അന്താരാഷ്ട്ര ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ KFCക്കെതിരെ ബംഗളൂരുവിലെ ഒരു ഉപഭോക്താവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. നഗരത്തിലെ ഒരു പ്രമുഖ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബർഗറിൽ പഴകിയതും അസഹ്യമായ ദുർഗന്ധമുള്ളതുമായ മാംസം കണ്ടെത്തിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും പ്രമുഖ ഭക്ഷണശാലകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാവുകയാണ്. ബംഗളൂരുവിലെ HSR ലേഔട്ടിലുള്ള KFC ഔട്ട്ലെറ്റിൽ നിന്നാണ് യുവതിക്ക് ഈ മോശം അനുഭവം ഉണ്ടായത്. ആദ്യമായി വാങ്ങിയ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ സിംഗർ ബർഗറിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സംശയം തോന്നി ബർഗർ തുറന്നു നോക്കിയപ്പോഴാണ് മാംസം പഴകിയതാണെന്ന് മനസ്സിലായത്. മാംസത്തിന്റെ നിറം മാറിയതും വഴുവഴുപ്പുമുള്ളതുമായ അവസ്ഥ യുവതിയെ ഞെട്ടിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമാകാമെന്ന് കരുതി അതേ ഔട്ട്ലെറ്റിൽ നിന്നും വീണ്ടും ഒരു ബർഗർ കൂടി ഓർഡർ ചെയ്തെങ്കിലും രണ്ടാമത്തെ ബർഗറിലെ മാംസവും സമാനമായ അവസ്ഥയിലായിരുന്നു. ഗുരുതരമായ ഈ വിഷയം യുവതി ഉടൻ തന്നെ റെസ്റ്റോറന്റിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നടപടി എടുക്കുന്നതിന് പകരം ജീവനക്കാർ വിചിത്രമായ പ്രതികരണമാണ് നൽകിയത്. ഇത് സോസിന്റെ മണമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് അവർ ശ്രമിച്ചത്. പഴകിയ മാംസത്തിന്റെ ദുർഗന്ധം മറച്ചുവെക്കാൻ ജീവനക്കാർ നടത്തിയ ഈ ശ്രമം ഉപഭോക്താവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ചിക്കൻ ബർഗറിൽ പഴകിയ മാംസം നൽകിയെന്ന പരാതിയെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനായി റെസ്റ്റോറന്റ് അധികൃതർ യുവതിക്ക് പകരമായി ഒരു വെജിറ്റബിൾ ബർഗർ വാഗ്ദാനം ചെയ്തു. ചിക്കൻ ബർഗറിന് പകരമായി വെജിറ്റബിൾ ബർഗർ നൽകി പ്രശ്നം താൽക്കാലികമായി ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് യുവതി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തുറന്നടച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം നൽകിയതിലെ ഉത്തരവാദിത്തം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നും യുവതി ആരോപിച്ചു. യുവതിയുടെ പരാതിയെ തുടർന്ന് വിഷയം ശ്രദ്ധയിൽപ്പെട്ട മറ്റ് ഉപഭോക്താക്കളും സമാനമായ മോശം അനുഭവങ്ങൾ പങ്കുവച്ചു. ബർഗറിൽ പഴകിയ മാംസമാണ് ലഭിച്ചതെന്ന് മറ്റൊരു കുടുംബവും ആരോപിച്ചു. കൂടാതെ ഒരു ഉപഭോക്താവ് ഫ്രഷായ ചിക്കൻ പാറ്റി ആവശ്യപ്പെട്ടപ്പോൾ അവർക്കും വീണ്ടും പഴകിയ മാംസമാണ് നൽകിയത്. ഇത് റെസ്റ്റോറന്റിലെ ഗുണനിലവാര പരിശോധനയിലെ ഗുരുതരമായ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംശയം വർദ്ധിച്ചതിനെ തുടർന്ന് ഉപഭോക്താക്കളിൽ ചില റെസ്റ്റോറന്റിലെ അടുക്കള പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുതാര്യത ഉറപ്പുവരുത്താൻ ഉപഭോക്താക്കൾക്ക് അടുക്കള പരിശോധിക്കാൻ അനുമതി നൽകുമെന്ന് റെസ്റ്റോറന്റ് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഈ ആവശ്യം ജീവനക്കാർ നിഷേധിക്കുകയായിരുന്നു. മാനേജർ ലഭ്യമല്ല, രാത്രി 10 മണിക്ക് ശേഷം ഉപഭോക്താക്കളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല തുടങ്ങിയ പല ഒഴിവുകഴിവുകളും പറഞ്ഞാണ് ജീവനക്കാർ പരിശോധന തടഞ്ഞത്. ഇത് റെസ്റ്റോറന്റിലെ ശുചിത്വ നിലവാരത്തെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷാ നടപടിക്രമങ്ങളെ കുറിച്ചുമുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. യുവതിയുടെ ഈ ഞെട്ടിക്കുന്ന അനുഭവം കർണാടക പോർട്ട്ഫോളിയോ എന്ന പേരിലുള്ള എക്സ് ട്വിറ്റർ പേജ് വഴിയാണ് പുറം ലോകത്ത് എത്തിയത്. ചിത്രങ്ങളും വീഡിയോകളും സഹിതം പങ്കുവച്ച പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറി. KFC പോലുള്ള പ്രമുഖ ബ്രാൻഡുകൾക്കെതിരെ ഉയർന്ന ഈ ആരോപണം രാജ്യത്ത് ഉടനീളമുള്ള ഉപഭോക്താക്കളിൽ ആശങ്ക സൃഷ്ടിച്ചു. ആയിരക്കണക്കിന് പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുകളുമായും സമാനമായ അനുഭവങ്ങളുമായും എത്തിയിരിക്കുന്നത്. KFCക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് ഇതാദ്യമായല്ല. ബംഗളൂരുവിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും മുമ്പും പഴകിയ ഭക്ഷണം, കുറഞ്ഞ ഗുണനിലവാരം, മോശം ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പുഴുക്കളെ കണ്ടെത്തിയതായും വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പലപ്പോഴും കമ്പനി പണം തിരികെ നൽകി വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഈ വിഷയത്തിൽ ഉപഭോക്താക്കൾ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരം അവകാശപ്പെടുന്ന ഒരു ബ്രാൻഡിന്റെ ഔട്ട്ലെറ്റിൽ ഇത്രയും ഗുരുതരമായ രീതിയിൽ ഭക്ഷ്യസുരക്ഷാ ലംഘനം നടക്കുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് ഉപഭോക്താക്കളുടെ പക്ഷം. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. ഇത്രയും വലിയ രീതിയിൽ വാർത്താ പ്രചരണം നടന്നിട്ടും ഈ സംഭവത്തിൽ KFC ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരോപണങ്ങൾ നിഷേധിച്ച് കമ്പനി രംഗത്തെത്തുമോ അതോ ജീവനക്കാർക്കെതിരെയും ഔട്ട്ലെറ്റിനെതിരെയും നടപടി എടുക്കുമോ എന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഉപഭോക്താക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകേണ്ട ബാധ്യത കമ്പനിക്കുണ്ട്. ഒരേ ഉപഭോക്താവിന് 2 തവണയും പഴകിയ മാംസം അടങ്ങിയ ബർഗർ നൽകാൻ സാധിച്ചത് റെസ്റ്റോറന്റിലെ ഗുണനിലവാര പരിശോധന സംവിധാനത്തിന്റെ പൂർണ്ണ പരാജയം സൂചിപ്പിക്കുന്നു. മാംസം പാചകം ചെയ്യുന്നതിന് മുമ്പും ബർഗറിൽ വെക്കുന്നതിന് മുമ്പും അതിന് ഫ്രഷ്നെസ് ഉറപ്പാക്കുന്നതിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇത് റെസ്റ്റോറന്റ് പാലിക്കേണ്ട അടിസ്ഥാന ശുചിത്വ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ്. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം നൽകുന്നതും പരാതിപ്പെടുമ്പോൾ അത് നിഷേധിച്ച പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതും ഉപഭോക്താവിന്റെ അവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. ഭക്ഷ്യവിഷബാധ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഉപഭോക്തർ കോടതികളെ സമീപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. KFC ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയ ഒരു ബ്രാൻഡാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ബ്രാൻഡിന്റെ വിശ്വസ്തതയെ കനത്ത തിരിച്ചടി നൽകും. ഉയർന്ന വില നൽകി ഭക്ഷണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അടിസ്ഥാന ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ബിസിനസിനെ
ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കും. പരാതിയുമായി വന്ന ഉപഭോക്താവിനോട് ജീവനക്കാർ സ്വീകരിച്ച അഹങ്കാരപരമായ മനോഭാവം ശക്തമായ വിമർശനത്തിന് ഇടയാക്കി. പഴകിയ മാംസത്തിൽ നിന്നും വരുന്ന ദുർഗന്ധം സോസിന്റെ മണമാണെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചതും അടുക്കള കാണിക്കാൻ വിസമ്മതിച്ചതും റെസ്റ്റോറന്റ് നിലപാടിനെ ചോദ്യം ചെയ്യുന്നു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് യുവതിക്കോ മറ്റു ഉപഭോക്താക്കൾക്കോ നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് റെസ്റ്റോറന്റിനും നടത്തിപ്പുകാർക്കുമെതിരെ പിഴ ചുമത്താനും ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുണ്ട്.